ഇനി രമേശ് ചെന്നിത്തല തന്നെ BJP-യിലേക്ക് വന്നുകൂടെന്ന് അവർക്ക് തീർത്ത് പറയാൻ പറ്റുമോ? വാർത്തകൾ അങ്ങനെയൊക്കെ വരുന്നില്ല. ഒരു വലിയ വലിയ സ്റ്റേറ്റ്മെന്റാണ് താങ്കൾ ഇപ്പോൾ നടത്തിയത്. രമേശ് ചെന്നിത്തല മാതിരി കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ KPC പ്രസിഡന്റ്, മുൻ ആഭ്യന്തരമന്ത്രി BJP-യിലേക്ക് വരികയാണ് എന്നങ്ങനെ പറയാനാകുമോ? അത് AK ആന്റണിയുടെ മകൻ വന്നില്ലേ? AK ആന്റണിയുടെ മകൻ അതല്ല ഇന്നത്തെ മാധ്യമ വാർത്തയെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടാണ്. അസംതൃപ്ത കോൺഗ്രസ് നേതാക്കന്മാർ, അസം മുഖ്യമന്ത്രി ആരാ? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാത്തതിന്റെ അസംതൃപ്തി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ നിയോജക വൈസ് പ്രസിഡന്റ്, ഒരുപാട് പദയാത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ നയിച്ച ഒരാളല്ലേ. അദ്ദേഹത്തെ കഴിഞ്ഞ പ്രതിപക്ഷ സ്ഥാനം കൊടുത്തില്ല, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒഴിവാക്കിയതിന്റെ അസംതൃപ്തി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് അദ്ദേഹത്തിന്റെ അസംതൃപ്തിയൊക്കെ ചില സൂചനകളല്ലേ നൽകുന്നത്. ഈ മുൻ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ആയിരുന്നു മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണോ തോന്നുന്നത്? അങ്ങനെയല്ലേ, ഞാനിപ്പോ കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ആളല്ല. അവരുടെ ആള് പറയേണ്ട കാര്യമാണ്. ഞാൻ BJP ശബ്ദമല്ലേ. അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ? ഉറപ്പായും അതിൽ MLA-മാരായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരാണ്, CPM MLA-മാരായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ അത്തരത്തിലൊരു വരവിലേക്കുണ്ടാവും മേ ബി ഇൻ ദ ഫ്യൂച്ചർ എന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തിലുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ MP-മാരും MLA-മാരും ഒക്കെ കൂട്ടത്തോടെ വന്നിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കമല ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓപ്പറേഷൻ കമല സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ചെന്നിത്തലയെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് നല്ല ഒരു കമലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ പങ്കെടുക്കണ്ടേ? ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയൊന്നുമല്ല. പൊതുവിൽ ഞാൻ അസം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അല്ല, താങ്കൾ പറഞ്ഞതുകൊണ്ട് താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങൾ തന്നെ അടുത്തിടയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രമേശ് ചെന്നിത്തലയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരുമെന്ന് പറയുമ്പോഴും AK ആന്റണിയുടെ മകനോ K കരുണാകരന്റെ മകളോ അല്ല രമേശ് ചെന്നിത്തല എന്നൊരു സംഭവമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പം ഈ ഇലക്ഷന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ഇതാണ് വേർഡിക്റ്റ് വരാൻ പോകുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? യഥാർത്ഥത്തിൽ തീർത്തും ദുർബലമായ ഒരു സംഘടനാ സംവിധാനമായിരുന്നല്ലോ UDF-നും കോൺഗ്രസിനൊക്കെ ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ മനസ്സിൽ പിണറായി സർക്കാരിനെതിരെ ഒരു ജനവികാരം, ആ പിണറായി സർക്കാരിനുള്ള ഒരു ജനവികാരം UDF-ന് അനുകൂലമായി മാറി. കാര്യം അവരാണ് പ്രതിപക്ഷത്തിലുണ്ടായത്. ചിത്രം മാറുകയാണ്, BJP-യിലേക്ക് മാറുകയാണ്. അത് വേറെ തന്നെ. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെതിരെയുള്ള വോട്ട് UDF-ന് കിട്ടി എന്ന നേട്ടം മാത്രമാണ് UDF-ന് ഇപ്പോൾ നിലവിലുള്ളത്. വിജയം കഴിഞ്ഞു. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. ഈ തമ്മിലടി കണ്ടപ്പോൾ തന്നെ ജനം പറഞ്ഞു തുടങ്ങി, ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. 3 പേരും 3 കൊമ്പത്താണ്, എങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ UDF വരാനുള്ള കാരണം പിണറായി മാറണം, പിണറായി സർക്കാർ മാറണം. ആ ചിന്തയാണ്, ആ നെഗറ്റീവ് വോട്ടാണ് UDF-ന് കിട്ടിയത്. പക്ഷേ VD സതീശനൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു 100-ൽ പരം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അപ്പൊ അതങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലൂക്കിന് ജയിച്ചതാവാൻ വഴിയുണ്ടോ? അതെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും പറയും, പോളിംഗിന് ശേഷം എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് 80 സീറ്റ് കിട്ടും. അവരുടെ മനസ്സിൽ പോലും 100 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പോളിംഗിന് ശേഷം അവിടെ ഉറച്ചിരിക്കട്ടെ. ഏറ്റവും അവസാനം മാധ്യമ സുഹൃത്തുക്കൾ VD സതീശന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കയറിപ്പോയ VD സതീശന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആവർത്തിച്ച് പറയണ്ടേ, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും, പോളിംഗിന് ശേഷം ഉറപ്പിച്ച് പറയണ്ടേ. അപ്പോൾ അവർക്ക് അങ്ങനെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇതുപോലെ ആയിരുന്നു, അവർ പ്രതീക്ഷിച്ചില്ല എത്രയും പഞ്ചായത്ത് കിട്ടുമെന്ന്. അപ്പൊ അത്രമാത്രം ജനവികാരം എതിരായിരുന്നു പിണറായി സർക്കാർ. അത് അനുകൂലമായി. CPM തിരിച്ചറിഞ്ഞില്ലേ? എന്താ തോന്നുന്നത്? CPM തിരിച്ചറിയുന്ന കാലഘട്ടമൊക്കെ കേരളത്തിൽ പോയി. ചാത്തന്നൂരിൽ 15,000 വോട്ടിന് ജയിക്കുന്നതാണ് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കം റിപ്പോർട്ട് ചെയ്തത്.
എന്നോട് അടുപ്പമുള്ള ഒരു CPM നേതാവ്, ഉത്തരവാദിത്തമുള്ള പേരൊന്നും പറഞ്ഞത് ശരിയല്ല, ഞങ്ങളൊരു കണക്ക് എഴുതി കൊടുത്തു, എൻ്റെ ബുദ്ധി 60 തൊട്ട് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു, നിങ്ങളാ ലീഡ് ചെയ്യുന്നത് എനിക്കറിയാം, എന്നാലും എഴുതി കൊടുത്തത് അങ്ങനെയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സാധാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. എന്നോട് ആ വ്യക്തി പറഞ്ഞത്, ആദ്യത്തെ ഒരു നോട്ടീസിനകത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ ഫോട്ടോയുമായി പോകത്തില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുള്ള മനോചിന്ത പോലും CPM മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ജനങ്ങളിൽ നിന്ന് അകന്നില്ലേ, അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ മാറിയില്ലേ. 4 പേര് റിബലായിട്ട് മത്സരിച്ചു, 3 പേരും വിജയിച്ചില്ല. പട്ടാരക്കര മാത്രമേ ഉള്ളൂ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടത്. ജി സുധാകരനെ പോലുള്ളവർ മറ്റു 2 പേർ ഒരു കൃത്യം മെസ്സേജ് പാർട്ടി പ്രവർത്തകർ കൊടുത്തു, നിങ്ങളല്ല കമ്മ്യൂണിസ്റ്റ്, എവരാണ് കമ്മ്യൂണിസ്റ്റ്. ആ ചിന്തയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ശരിയായ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും ജയിക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെ, ശരിയായ കമ്മ്യൂണിസ്റ്റ് ജയിച്ചു. നമുക്ക് രാഷ്ട്രീയപരമായി ആശയപരമായും ജി സുധാകരനോട് നമുക്ക് എതിർപ്പാണ്. പക്ഷേ ജി സുധാകരൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേന താഴെ വീണു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ പേന എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ശ്രീ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് വിറ്റവർ പരാജയപ്പെടുന്നു. CPM-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് CPM ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഇനി സാധ്യത BJP-ക്കാണ്. അപ്പൊ CPM-ന്റെ സ്പേസിലേക്കാണോ ഇനി BJP വളരാൻ പോകുന്നത്? സ്വാഭാവികമായി അങ്ങനെ തന്നെ. ബംഗാളിലും ത്രിപുരയിലും CPM നേതാക്കളായിരുന്നു ഇങ്ങോട്ട് വന്നത്. കേരളത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വലിയ തോതിൽ അണികളുടെ ഒഴുക്ക് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് BJP-യിലേക്ക്. ഈ BJP-യുടെ ഇതിനകത്ത് വേറൊരു ബുദ്ധിപൂർവമായ ഒരു നീക്കം കൂടെ ഉണ്ടാവില്ലായിരുന്നോ? താങ്കൾ SNDP യൂണിയൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. അവിടെ CPI പ്രധാന എതിരാളി CPI എന്ന് പറയുന്ന ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാവായിരുന്നു. താങ്കൾ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ പിന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ടുകളും കൂടിയായിരുന്നു. ആ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷനല്ലേ അതിനകത്ത് വർക്ക് ചെയ്തത്? നിയമസഭാ മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഒന്ന് ശ്രീ P. രവീന്ദ്രൻ, അദ്ദേഹമായിരുന്നു അവിടുത്തെ ML. ഇപ്പം മണ്ഡലത്തിലെ ഘടനയ്ക്കൊരു മാറ്റം വന്നിട്ടാണ്. അത് നെടുമല പഞ്ചായത്തിൻ്റെ ഭാഗമായി, അപ്പം അത് കൊണ്ടുവരേ. ഇപ്പുറത്ത് പൂയപ്പള്ളി ഇതിനോടൊപ്പം ചേർന്നു. അതിനുശേഷം പിന്നെ അവിടെ ജയിക്കുന്ന ശ്രീ J. ചിത്തരഞ്ജനാണ്. ഒരിക്കൽ ശ്രീ തങ്കമണ സാർ അവിടെ ജയിച്ചിട്ടുണ്ട്. അന്ന് നിയമസഭ കൂടി ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് K. ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ചാത്തന്നൂർക്കാരൻ തന്നെയായ ശ്രീ CV പത്മനാഭൻ MLA ആകുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രി, മുഖ്യമന്ത്രിയുടെ ചുമതല, KPC പ്രസിഡന്റ്, ആ പദവികളിലൊക്കെ പോയി. അദ്ദേഹത്തെ വീണ്ടും പരാജയപ്പെടുന്നത് ശ്രീ P. രവീന്ദ്രനാണ്. പിന്നീടാണ് ശ്രീ N. രവീന്ദ്രനും ശ്രീ പ്രതാപവർമ്മ തമ്പാനും ഒക്കെ വീണ്ടും അതിന് കമ്മിയുടെ കാര്യം 3 തവണയും UDF അവിടെ ജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം. പിന്നെയാണ് 2011 ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീ ജയലാൽ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ ഇതെല്ലാം പൊതുരംഗത്തുള്ള അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവാം അത്തരം പരിഗണനയിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു അവഗണനയുമില്ലേ? ആ മണ്ഡലം കുറെ കാലമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF ശ്രദ്ധിക്കാതെ അതിന്റെ വിജയസാധ്യതയില്ല എന്നുള്ളൊരു പ്രതീതി ഉള്ളതുകൊണ്ട് അത് BJP ക്യാഷ് ഇൻ ചെയ്തു എന്നും കരുതിക്കൂടെ? 2011 തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ട് കുറിച്ചിരുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ. ഞാൻ ജയിക്കുന്നു. അതിനുശേഷം 2016 ഞാൻ വരുമ്പോൾ ശ്രീ സൂര്യനാരായണ രാജശേഖരനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 3-ാം സ്ഥാനത്തായതോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് ചാത്തന്നൂർ മണ്ഡലം ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഇത്തവണ തന്നെ ഏറ്റവും ആദ്യം പരിഗണിച്ചത് ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ ദേവരാജനാണ്. അദ്ദേഹത്തെയാണ് ആദ്യം പരിഗണിച്ചത്. അദ്ദേഹത്തിന്റെ പേര് പിന്നെ അതിനെതിരെ കുറേ പോസ്റ്ററും ഒക്കെ ആയിട്ടാണ് പിന്നീട് ശ്രീ സൂര്യജിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ ഈ പശ്ചാത്തലത്തിൽ തുടക്കം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇത്തവണ ഗോപകുമാർ ജയിക്കും, BJP ജയിക്കും എന്ന് തുടക്കം മുതൽ തന്നെ ആൾക്കാരുടെ ഒരു സംസാരമായി മാറി. അതിൽ ഈ കോൺഗ്രസ്സുകാർ ജയത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ BJP RSS സഹായിക്കുകയും അതിന് പകരമായിട്ട് CPM ഇവിടെ താങ്കളെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ
UDF പിടിച്ച വോട്ട് എന്തുകൊണ്ട് ഇത്തവണ പിടിച്ചില്ല? പ്രധാനമന്ത്രി അവിടെ നല്ലൊരില്ലായിരുന്നു ചാത്തൻ. ആ വോട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? പക്ഷെ വോട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പീതാംബരക്കുറിപ്പ് പിടിച്ച വോട്ട് തന്നെ. അത്രേ ഉള്ളൂ, അത്ര വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ട് പിടിച്ചില്ല? ഒരു വർഷം മുമ്പ് നടന്നൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്തുകൊണ്ട് ഇത്തവണ കിട്ടിയില്ല? മറുപടിയെ ഈ കൊട്ടാരക്കര ഈ ആരോപണം ഉന്നയിച്ച സുരേഷ് ഗോപി പിടിച്ച വോട്ട് എന്തുകൊണ്ട് അവിടെ UDF കിട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ UDF LDF തമ്മിൽ കച്ചവടമാണ്. കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ച വോട്ട് ഇത്തവണ LDF പിടിച്ചിട്ടില്ല, UDF കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ LDF വോട്ട് മറിച്ച് UDF കൊടുത്തിട്ടുണ്ട്. ജനവിധി അംഗീകരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ് എല്ലാവരും കാണിക്കേണ്ടത്. അല്ലാതെ കണക്ക് കാണിച്ചിട്ട് BJP ജയിക്കുമ്പോൾ അത് ഇതേപോലെ ഡീലെന്ന് പറയുക, അവർ ജയിക്കുമ്പോൾ അത് ജനവിധി എന്ന് പറയുക. ഈ തെറ്റ് എന്ന് ഈ രണ്ട് മുന്നണിയും അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ അവർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കത്തുള്ളൂ. ഒരു വിജയത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുന്നതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ ആ തെറ്റ് അതേപോലെ തുടരട്ടെ എന്നാണ് BJPയുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം. ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇവരുടെ ഈ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം കേരളത്തിൽ. ഈ പല ഘടകങ്ങൾ പറയുമ്പോഴേ താങ്കൾ ഒരു മണ്ഡലത്തിൽ 2 തവണ 2ാം സ്ഥാനത്ത് വന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് മത്സരിക്കുന്നു എന്നൊരു ഘടകം, അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വിജയത്തിന്? ഞാൻ മണ്ഡലം വിട്ട് നിന്നിട്ടില്ലല്ലോ. 2014 പരാജയിക്കുക, 2024 10,000 വോട്ട് വർദ്ധിപ്പിച്ചു. വീണ്ടും അവിടെ ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ചു. എൻ്റെ സ്വന്തം സ്ഥലമല്ലേ, കേന്ദ്രീകരിക്കാൻ പ്രത്യേകിച്ച് കാരണം ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും അവിടുത്തെ ആൾക്കാരുടെ സുഹൃത്തുക്കളിലായാലും അവിടുത്തെ വികസന കാര്യങ്ങളിലായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോടൊപ്പം തന്നെ നിന്നു. ആ വിശ്വാസമാണ് 3ാമത് വിജയത്തിലേക്ക് മാറിയത്. ഈ CPI അവരുടെ അസസ്മെന്റിൽ പറയുന്നുണ്ട് ഇത്തവണയും GS ജയലാലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല, റിസൾട്ട് മറിച്ചായിരിക്കും എന്നാണ് അവരുടെ ഒരു അസസ്മെന്റ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മത്സരം കൂടുതൽ കടുത്തതാകുമായിരുന്നു. ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം കുറച്ചും കൂടി വർദ്ധിച്ചേനെ. ഇത് പുതിയ ആള്, അത്തരം അസംതൃപ്തിയൊന്നും ഇത്തവണ ഇടത് ക്യാമ്പിലില്ലായിരുന്നു. ജയലാലിനെതിരെ തുടർച്ചയായി പല ഘടകങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ തവണയും മാറ്റി നിർത്താൻ തീരുമാനിച്ചതാണ് ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ, പാർട്ടിയുടെ ആരോപണം അടിസ്ഥാനത്തിൽ. അന്ന് ഞാൻ കേട്ടത് വാസ്തവം എനിക്കറിയില്ല, പിണറായി ഇടപെട്ടിട്ടാണ് ജയലാൽ മത്സരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേൾക്കുന്നു. എനിക്ക് എൻ്റെ വാർത്താരാമല പാർട്ടിയുടെ കാര്യം എനിക്ക് വ്യക്തിപരമായി അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ വലിയ അസംതൃപ്തി നിലനിർത്ത സമയമാണ്. എൻ്റെ നല്ല വിശ്വാസം ജയലാലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 10,000 കടക്കുമായിരുന്നു. ഈ CPIയിൽ നിന്നുള്ള ഇത്തരം അസംതൃപ്ത വോട്ടുകൾ, CPM നിന്നുള്ള അസംതൃപ്ത വോട്ടുകളാണോ ഈ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം? അത് ജനങ്ങളുടെ എന്നാലും അംഗീകാരമാണ്. സ്വാഭാവികമായിട്ടും ജയലാലിന്റെ സീറ്റ് കിട്ടാത്തതിന്റെ അസംതൃപ്തി അദ്ദേഹത്തിന് കാണുമായിരിക്കാം. അവരെ പാർട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിനകത്ത് സീറ്റ് കിട്ടാത്തവരൊക്കെ അസംതൃപ്തരായി. അല്ല, പക്ഷേ ഈ ജയലാലിന് സീറ്റ് കൊടുക്കാത്തത് അവിടെ ഒരു വലിയ CPIയിലും LDFിലും വലിയൊരു ചർച്ചയായിരുന്നു. ആ ഒരു അസംതൃപ്തി താങ്കളെ സഹായിച്ചിട്ടുണ്ടോ? CPI പൊതു നിലപാട് 3 ടേം മത്സരിച്ചവർക്ക് പാർട്ടിയുടെ ഒരു പൊതു നിലപാട്. അപ്പോൾ ജയലാലിനെ സംബന്ധിച്ച് അത്ര വലിയ അസംതൃപ്തി ഈ ആ വോട്ടൊന്നും അല്ല. ഇത് ജനങ്ങളെ ചിന്തിച്ച് നൽകിയ ഒരു വോട്ട് തന്നെയാണ്. താങ്കൾക്ക് ഈ കോൺഗ്രസിൽ നിന്നാണോ ഇടതുപക്ഷത്തിൽ നിന്നാണോ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവും? ജനങ്ങളുടെ വോട്ടാണ് കിട്ടിയത്. ഈ വോട്ട് സ്വാഭാവികമായിട്ട് 10,000 വോട്ട് കുറഞ്ഞ ആൾക്കാർ LDFിനാണ്. അവിടെ LDF വിളിയപ്പെടുന്നില്ല, ജനങ്ങൾ തീരുമാനിച്ചു, ജനങ്ങൾ അനുസരിച്ചു. പക്ഷേ BJP ജയിച്ചിട്ടുള്ള 3 സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 3ഇടത്തും LDF സിറ്റിംഗ് സീറ്റുകളായിരുന്നു. 3ഇടത്ത് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഓൺ എ ലാർജർ പിക്ചർ BJPയുടെ ഗ്രോത്തിനെ ശരിക്കും ഗ്രോത്ത് വരുമ്പോൾ ആരായിരിക്കും കൂടുതൽ എഫക്റ്റഡ് ആവുക ജനറലി ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ? BJP പടിപടിയായി വളരുന്ന പ്രസ്ഥാനമാണ് കേരളം. നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കി, ഇപ്പൊ ആരുടെ വോട്ട് കുറയുന്നു എന്നല്ല, ജനങ്ങളുടെ വിശ്വാസം BJPയിലേക്ക് മാറും. ഇപ്പൊ UDFന് വലിയ വിജയം കിട്ടി, സ്വാഭാവികമായും LDF മന്ത്രിമാരടക്കം പരാജയപ്പെട്ടു. പക്ഷേ BJPക്ക് 3 സീറ്റ് കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമാണ്. കേരളം മാറി ചിന്തിക്കുക. ഈ 2 മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയം കേരളത്തിൽ വേണം. അത് മോദിജിയുടെ രാഷ്ട്രീയമാണ്. മോദിജിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന
എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിലും വേണം. അതുകൊണ്ട് തന്നെ പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ ഇത്രയും നാൾ ഇല്ലായിരുന്നു. LDF അല്ലെങ്കിൽ UDF. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. കഴിഞ്ഞ 30 സീറ്റുണ്ട്, 2ാം സ്ഥാനത്ത് വന്നു. ചാത്തന്നൂർ 2 തവണ തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് വന്നു. അവിടെ ഇപ്പം ജനത്തിന് കൂടുതൽ വിശ്വാസമായി കഴിഞ്ഞു. 3 സീറ്റിലേക്ക് വന്നു. ഇവർക്ക് 2 പേർക്കും ബദലായി BJP ഉണ്ട്, നരേന്ദ്രമോദിയുടെ ശബ്ദമുണ്ട് എന്ന ചിന്തയാണ് കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റം. ഈ താങ്കൾ അവിടെ ഈ 2 തവണ 2ാം സ്ഥാനത്ത് വരികയും ഇപ്പം ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ലോക്കൽ ബോഡി, എൻ്റെ സംശയമാണ്, ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJPക്ക് അവിടെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളും ഇല്ലല്ലോ. അതെന്തോന്നു താങ്കൾക്കൊരു വളർച്ച ഉണ്ടാവുകയും BJPക്ക് ഒരു വളർച്ച ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? BJP വളർച്ചയിലാണ്. ഇപ്പോൾ പഞ്ചായത്താണ്, ചെറുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ 16-ലായാലും 21-ലായാലും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് കിട്ടിയ വോട്ട് പിന്നീട് ത്രിതല പഞ്ചായത്ത് സമിതി കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇപ്പോൾ 40 അവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ. ചാത്തന്നൂർ ഞാൻ 21 മത്സരിക്കുമ്പോൾ 34 ജനപ്രതിനിധികളുണ്ട്. ഇപ്പൊ 6 കൂടെ കൂടി 40ആയി. ഇപ്പൊ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ 2016 ശേഷം നമുക്ക് വലിയ മാറ്റം ചാത്തന്നൂരിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കരുവാലക്കൽ പഞ്ചായത്ത് ഞങ്ങൾ ഭരിച്ചിരുന്നു. പക്ഷേ ചില പാർട്ടിക്ക് അത്തരത്തിൽ പ്രശ്നങ്ങൾ കാരണം ഞാൻ പഞ്ചായത്ത് ജില്ലാ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലാണ് നമ്മൾ ഭരിച്ചത്. ഇപ്പൊ ചെറുക്കര പഞ്ചായത്ത് ഞങ്ങൾ തുല്യമായിരുന്നു. നറുക്കെടുപ്പിൽ പ്രസിഡന്റ്ഷിപ്പ് പോയി, വൈസ് പ്രസിഡന്റ്ഷിപ്പ് ഞങ്ങൾ കിട്ടി. അതാണ് ഈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗോപകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവമല്ലേ? വേറെ BJPയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ BJP ഒരു പാർട്ടിക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത ഗ്രാസ് റൂട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമാണ്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാലൊക്കെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം? വ്യക്തിക്കല്ലല്ലോ സംഘടനയ്ക്ക്, സംഘടനയല്ലേ എല്ലാം ആക്കുന്നത്. അപ്പോൾ ആ സംഘടനയും ചിലപ്പോൾ വ്യക്തിപരമായ ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് വിജയം. വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല. അതുപോലെ താങ്കളുടെ ഇത്തവണത്തെ പ്രചാരണത്തിൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതായത് കേട്ടിട്ടുള്ളത് 5 തവണയെങ്കിലും സ്ക്വാഡ് വർക്ക് അവിടെ നടന്നിട്ടുണ്ട് കേൾക്കുന്നു. അതൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ ജയിച്ച നിയമവും കണക്കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദി വരുന്നതിന് ഹൈ ഒക്ടേൻ ക്യാമ്പയിൻ. അപ്പം അവിടെയും വിജയം ഉണ്ടായി, ഇവിടെയും ഉണ്ടായി. ഇവിടുത്തെ സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരുന്നത്? ഇങ്ങനെ നമ്മൾ വളരെ നിശബ്ദമായ ഒരു പ്രചരണ രീതിക്കാണ് ഇത്തവണ അവിടെ സംഘപരിവാർ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തത്. വലിയ നേതാക്കന്മാരുടെ ഒന്നും പ്രചരണം അവിടെ ഇല്ലായിരുന്നു. പ്രധാനമായും കേന്ദ്രീകരിച്ച് ഇത്തവണ ബൂത്ത് തല പ്രവർത്തനത്തിലാണ്. ഇവർ രണ്ടുപേരും കേന്ദ്രമന്ത്രിയുമാണ്, മുൻ കേന്ദ്രമന്ത്രിമാണ്. ഒരാൾ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഒരാൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ. അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കേന്ദ്രീകരിച്ചത് ഗൃഹസന്ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുക. സ്ഥാനാർത്ഥി എന്ന രീതിയിലും പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഇത്തവണ കേന്ദ്രീകരിച്ചത് ബൂത്ത് തല വർക്കിനാണ്. കുടുംബയോഗങ്ങൾ അടക്കമുള്ള ബൂത്ത് തല കൊച്ചു കൊച്ചു കുടുംബയോഗം ഇതടക്കമാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. ആ ബൂത്ത് നിന്ന് വളരെ നിശബ്ദമായ ഒരു ബൂത്ത് തല പ്രവർത്തനമാണ്, ജനങ്ങളുമായിട്ടുള്ള ഒരു തുടർച്ചയായ ഇടപെടലാണ് വിജയത്തിലേക്ക്. സംഘം നേരിട്ട് ഇറങ്ങിയിരുന്നു, വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു താങ്കളുടെ കൂടെ. സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഉണ്ടല്ലോ. ഒപ്പം സംഘത്തിന്റെ ഭാഗത്താണ് ഒരു സംയോജകം സഹസംയോജകർക്ക് വരുന്നത്. 2 നേതാക്കൾ, ഇവർ 2 സമുദായ നേതാക്കൾ സുകുമാരൻ നായരാണ് പറയുന്നത് സമദൂരമാണെന്നുള്ളത്. ഇപ്പം SNDPയുടെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി പലപ്പോഴും പിണറായി വിജയനോട് അനുഭാവപൂർവ്വമുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടുകൾക്ക് അതീതമായി ഈ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് BJPയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. സമുദായ സംഘടന അജണ്ടകളൊന്നും BJP കൈകടത്താറില്ല. അതാത് സമുദായ സംഘടനകൾ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവരുടെ പൊതു നയത്തിനനുസരിച്ച് വെക്കുന്ന തീരുമാനങ്ങൾ. BJP വെക്കുന്ന വികസിത അജണ്ടയെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ ജനവിഭാഗങ്ങളും കൂടിച്ചേർന്ന്. ഇപ്പോൾ അശ്വിൻ ചോദിച്ച ചോദ്യം, ഈ 2 സാമുദായിക നേതാക്കൾ, വെള്ളാപ്പള്ളി ആണെങ്കിലും സുകുമാരൻ നായരാണെങ്കിലും, വെള്ളാപ്പള്ളി പ്രത്യക്ഷമായും സുകുമാരൻ നായർ പരോക്ഷമായിട്ടും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിലപാട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ ജനം അവർ 2 ആളും പറഞ്ഞത് കേട്ടില്ല എന്നാണല്ലോ റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു റെലവൻസ് കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സമുദായ സംഘടനാ പ്രവർത്തനം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ. സമുദായ സംഘടനാ നേതൃത്വത്തിൽ
അവർക്ക് ആ സമുദായങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ അവരവിടെ ഇരിക്കുന്നത്. പക്ഷെ അവര് പറയുന്ന അനുസരിച്ച് സംഘടന അണികൾ വോട്ട് ചെയ്യുന്നില്ല എന്നല്ലേ അല്ല, അവർ അവർ നിന്നല്ലേ സമുദായ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, അവർ രണ്ടുപേരും അവരുടെ സമുദായത്തിൽ അംഗങ്ങൾ പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നു. ഈ അങ്ങ് SNDP താലൂക്ക് യൂണിയന്റെ ഇപ്പോഴും അതെ, പ്രസിഡന്റ്. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ താങ്കൾ BJP വന്നോട്ടുള്ള ഒരു സംശയമാണ്. താങ്കൾ എന്തുകൊണ്ട് BDJSനെ സ്വീകരിക്കാതിരുന്നത്, പകരം BJPയിലേക്ക് പോയത്? ഒരു സ്വാഭാവിക ചോയ്സ് വരേണ്ടത് BDJS ആയിരുന്നു. ഞാൻ പറഞ്ഞു ചാത്തന്നൂർ ഞാൻ നിയമസഭാ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണെന്ന് പറഞ്ഞത്. അവിടെ SNDP യോഗം പ്രവർത്തകരെല്ലാം BDJS അല്ലല്ലോ, അങ്ങനെ ഞാൻ നിർബന്ധമില്ല. അങ്ങനെ ആരെയും ഒരു യൂണിയൻ ഭാരവാഹി നിർബന്ധിച്ച് BDJS അല്ല. അത് അതാത് വ്യക്തികൾ എടുക്കുന്ന തീരുമാനമാണ്. ഇപ്പോൾ SNDPക്കകത്തായാലും NSSനകത്തായാലും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പൊ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അല്ലായിരുന്നോ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലാണോ ഗണേഷ് കുമാർ? ഇപ്പോഴല്ല അദ്ദേഹത്തെ മാറ്റിയത്. അപ്പോൾ ഒരു സമുദായ സംഘടനകളിൽ എല്ലാ സമുദായക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. ശ്രീ R. ശങ്കർ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവല്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഈ SNDP യോഗത്തിന്റെ മുൻകൈയിൽ, വെള്ളാപ്പള്ളി മുൻകൈയിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് BDJS. താങ്കൾ SNDP യോഗത്തിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. ഇത് കോൺഗ്രസിൽ ഒരാൾ ചേരുന്നതോ അല്ലെങ്കിൽ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് യുടെ ഭാഗമായിട്ട് LDFിൽ ചേരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി രൂപീകരിച്ച ഒരു സംഘടന BDJSന്റെ രൂപീകരണത്തിൽ വെള്ളാപ്പള്ളി പങ്കെടുത്തായിരുന്നു. അല്ല, അത് പഴയ SNDPക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തം നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനറൽ സെക്രട്ടറി കൊടുക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളല്ല. ഇതിലൊന്നും ചോദിച്ചിട്ടില്ല. അതൊന്നും ചോദിച്ചിട്ടില്ല. BDJS എപ്പോഴെങ്കിലും ഒരു ചോയ്സ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ടോ എന്നാണ് അല്ല, എന്റെ മുന്നിൽ അങ്ങനെ ഞാൻ കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു BDJS ചേരാൻ അങ്ങനെയൊന്നുമില്ല. SNDPക്കകത്ത് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടായാലും അതിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ വന്ന് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാടിൽ മാറ്റമില്ല. SNDP നേതാവ് എന്ന നിലയ്ക്ക് കൂടിയുള്ള ചോദ്യമാണ്. ഈ BDJS 2014 വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. BDJS BJPക്ക് NDക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും വോട്ട് ഷെയർ കൂട്ടുവന്നത്. പക്ഷേ BDJS പ്രതീക്ഷ രീതിയിൽ ഉയർന്നില്ല എന്ന് മാത്രമല്ല, പലയിടത്തും ഈഴവ പോക്കറ്റ്സുകളിൽ പോലും ആവശ്യത്തിന് വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല. BDJSന്റെ ഒരു റെലവൻസ് നഷ്ടപ്പെട്ടു കേരള രാഷ്ട്രീയത്തിൽ. അങ്ങനെയൊന്നും അഭിപ്രായമില്ല. BDJSന്റെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. BJP അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താൽക്കാലികമായി ചില കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ BDJSന്റെ പ്രസക്തി നഷ്ടപ്പെട്ടൊന്നും BJP നേതൃത്വത്തിലില്ല. വ്യക്തിപരമായ ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ അച്ഛൻ കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു, ശങ്കറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ കോൺഗ്രസ് ആയിരുന്നു, അടിമുടി കോൺഗ്രസ് കുടുംബം BJPയിൽ ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ ഒരു മാനസിക വിക്ഷോഭം എങ്ങനെയാണ് താങ്കൾ ആ ഒരു തീരുമാനം? അല്ല, സ്വാഭാവികമായും അതൊരു മനസ്സംഘർഷം ഉണ്ടാവും. അതെങ്ങനെയായിരുന്നു? നമ്മൾ ജനിച്ചു വളർന്ന ഒരു പശ്ചാത്തലം അതെല്ലാം അവര് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഒരു ദിവസം അലട്ടിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. അത് എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചത്. അത് എങ്ങനെയാ താങ്കൾ ആ കടന്നുപോയ ഒരു ഇത് എങ്ങനെയാണ് അറിയാനാണ്? അല്ല, ഒന്ന് കോൺഗ്രസ് അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി. മോദിജിയുടെ ഭരണം ഈ രാജ്യത്ത് വരുത്തിയൊരു മാറ്റം മറ്റേ വ്യക്തിപരമായ മാനസിക സംഘർഷം മാത്രം. അതാ ഞാൻ ചോദിക്കുന്നത്. തികച്ചും വ്യക്തിപരമാണ്. മറുഭാഗത്ത് മോദിജി ഗവൺമെന്റ് വരുത്തിയിട്ടുള്ള ചലനങ്ങളുണ്ട്. കോൺഗ്രസ് അതിൻ്റെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി. ഇത് രണ്ടും കൂടി ചിന്തിച്ചപ്പോൾ ആ മാനസിക സംഘർഷം വളരെ പെട്ടെന്ന് മാറി. ഇത് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിൽ താങ്കൾക്ക് അടുപ്പമുള്ള നേതാക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. അവരുമായിട്ട് ഇത് സംസാരിച്ചിട്ടില്ല? ഇല്ല, ഒരു നേതാവുമായിട്ട് സംസാരിച്ചിട്ടില്ല. അത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിക്കത്ത് കൊടുത്തിട്ടില്ല, അവരെന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ BJPയില് വിസിറ്റിംഗ് കാർഡ് എടുത്ത് മൂന്നാമണിക്കൂർ സ്ഥാനാർത്ഥിയാവുക. അവര് അത് താങ്കൾ കോൺഗ്രസ്സുകാരനാണ്, വളരെ കാലം കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പൊ BJPക്കാരനാണ്.
എന്ത് ഈ രണ്ട് പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യക്തി രണ്ടിലും പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ ഇവരെ ഒന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ്? കോൺഗ്രസ് അതിൻ്റെ സ്ഥാപിത ആശയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് മോദിജി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നടത്തുന്ന അക്ഷീണമായൊരു പരിശ്രമം. ഇന്ന് ലോകത്തിൻ്റെ ശബ്ദം ആരുടെ ശബ്ദം? നരേന്ദ്രമോദിയുടെ ശബ്ദമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആരാ മധ്യസ്ഥയ്ക്ക് വിളിക്കുന്നത്? അമേരിക്ക ഒരു ഭീഷണിയൊക്കെ വഴക്കി എവിടെയെങ്കിലും വഴങ്ങി കൊടുത്തു. ലോകത്തിൽ ഏറ്റവും കരുത്തനായ ചോദ്യം ഇതായിരുന്നു, ഒരു കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ചോദിക്കുക. ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ ദേശീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മറുഭാഗത്ത് വിദേശത്തു നിന്നുള്ളവരാണ് ആ പാർട്ടി ഇത് നയിക്കുന്നത് എന്ന രീതിയിൽ മാറി, അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി. അപ്പോൾ ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് എനിക്ക് അഭിമാനമായി തോന്നുന്നു. തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഈ ബി ജെ പി ജോയിൻ ചെയ്തതിന് ശേഷം? ഒരു മാറ്റം പറ്റി. ഈ 2016 വരെ ആ പാർട്ടിയിലെ വിദേശത്തു നിന്നുള്ള ആൾക്കാരല്ലായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അല്ല അതെ, അതിന്റെ ആശയങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോയത് ഒരു മാറ്റം ഭാരതം കണ്ടു. പിന്നീട് ആ മാറ്റം ഉൾക്കൊള്ളുന്നതാണല്ലോ ഇപ്പോൾ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളുക എന്നത് ഒരു ഭാരതീയ പൗരന്റെ കടമയാണ്. അതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. അല്ല, ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ മീഡിയയോട് സംസാരിക്കുമ്പം പറയുന്ന വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനകളാണ്. എൻ്റെ മുഴുവൻ വ്യക്തിപരമായ സംശയം, താങ്കൾ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ അതിലുണ്ടായ വിഷമം, അങ്ങനെ ഒരു മാറുമ്പം ചില മനുഷ്യർ ഇപ്പം പല CPM നേതാക്കളും CPM നിന്ന് പുറത്താകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു നിർജീവമാവുക, കരയുക, ഇത്തരം ഒരുപാട് അതൊന്നും ഒരു സന്തോഷത്തോടെ പോയി. സന്തോഷപ്പെട്ടു. അങ്ങനെ വലിയ സന്തോഷം അങ്ങനെ ഒരു രീതി പുലർത്തുന്ന ആളുമല്ല. നേരത്തെ ചോദിച്ചതാണ് ഈ SNDP NSS എന്നുള്ള 2 സംഘടനകൾ ശക്തമായിട്ട് നിൽക്കുന്നതാണ് BJPക്ക് കേരളത്തിൽ വളരുന്നതിനൊരു തടസ്സമായിരിക്കുന്നത്. അങ്ങനെയാണ്. BJPക്ക് ഒരു സമുദായ സംഘടനയും ശക്തി തടസ്സമല്ല. BJP നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, സമുദായ സംഘടന നടത്തുന്ന സമുദായം, അതൊക്കെ അവർ നടത്തണ്ടേ? അതൊക്കെ അവർ സാധ്യതയുണ്ടല്ലോ. ഈ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, എൻ്റെ 1-2 സംശയമാണ്. പിന്നെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു മുസ്ലിം ഔട്ട്റീച്ച് ഇല്ലാത്ത പോകുന്നു? അല്ല, ഈ ഔട്ട്റീച്ച് എന്ന പദം BJPയുടെ പദമല്ല, അതൊരു മാധ്യമ സൃഷ്ടി പദം മാത്രമാണ്. ഞങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നു എന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. വ്യക്തിപരമായി പൊതുവിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി കമ്മിറ്റിയിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പദം ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ സംശയം എന്താ വെച്ചാൽ ഈ ക്രിസ്മസിന് കേക്കുമായിട്ടൊക്കെ ഇവരുടെ ബിഷപ്പുമാരെ കാണാൻ പോകുന്നതുമില്ല. നമ്മൾ റംസാന് മറ്റേ ബിരിയാണിയായിട്ട് ഈ മസ്ജിദിലൊന്നും പോയി കാണുന്നില്ല. അതുകൊണ്ടുള്ള ഈ 3ാമത്തെ സംശയം, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഹിന്ദുത്വമല്ല, ഒരു സനാതന ധർമ്മമാണല്ലോ പറയുന്നത് ഹിന്ദുത്വം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വേദങ്ങളുടെയും ഋഗ്വേദങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്, ഇതിഹാസങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സനാതന ധർമ്മം എന്നൊക്കെ തന്നെ ഉപയോഗിച്ചല്ലേ. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ്. ഇന്ത്യയുടെ പാരമ്പര്യമല്ലേ, ഇന്ത്യയുടെ പാരമ്പര്യവുമായി ചേർന്നത് ഭരണമാണെന്ന് പോകുന്നത്. നേരത്തെ അമേരിക്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അല്ല, എൻ്റെ സംശയം അതല്ല, ഇപ്പോഴത്തെ ഇന്ത്യയിലെ ദേശീയത എന്ന് പറയുന്നത് ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നതൊക്കെ ഒരു ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ തനത് സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടു പോകുക. BJPയെ പറ്റി ചോദിക്കാം. BJP രാജു ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, പുള്ളി ഈ ഇലക്ഷൻ ഹാൻഡിൽ ചെയ്ത രീതി, എന്തെങ്കിലും ഒരു പ്രീവിയസ് ഇലക്ഷനും ഇതും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അതെ, വ്യത്യാസമുണ്ട്. BJPയുടെ അജണ്ട തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിയുടെ ഒരു ടീമാണ്. അത് ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും. വ്യക്തികൾക്ക് അവിടെ പരിമിതിയുണ്ട്. വ്യക്തി അല്ലല്ലോ പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കുന്നത്, പാർട്ടിയല്ലേ അജണ്ട തീരുമാനിക്കുന്നത്. ഒപ്പം അതേ ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ലല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുക, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അന്ധമായി ആക്ഷേപിക്കുക, ഇതൊന്നും അല്ലല്ലോ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തതാണ് വികസിത കേരളം. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അവിടെയാണ് മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഒരു ആശയം ജനങ്ങളുടെ മുന്നിൽ വെക്കുക.
വികസനത്തെക്കുറിച്ച് പറയുക. കേരളത്തിൽ വേണ്ടത് ആരോപണ പ്രത്യാരോപണങ്ങളല്ല, മറിച്ച് ഈ സംസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ വികസന കാഴ്ചപ്പാടിലേക്ക് മാറണം. ആ വികസനത്തെക്കുറിച്ച് നമുക്ക് ചർച്ചയാകാം എന്ന് ആണ് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറഞ്ഞത്. അല്ലാതെ അവരെ പറയുന്ന പോലെ കേരളത്തിൻ്റെ അന്ന് വരെ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുക, മാധ്യമ വാർത്ത വരുത്താൻ ശ്രമിക്കുക, ആരോപണ പ്രത്യേക എത്രയോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കിടക്കുന്നു. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് നിൽപ്പുണ്ട് കേരളത്തിൽ. BJP-യുടെ വികസിത കേരളം എന്നുള്ള അജണ്ടയും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വികസിത കേരളം സുരക്ഷിത അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് വാക്കുകളിൽ മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കേണ്ടത്. ജനത്തിന് ബോധ്യപ്പെടണ്ടേ ആ വികസനം എന്താണെന്ന്? ജനത്തിന് ബോധ്യപ്പെടണ്ടേ? ജനത്തിന് ബോധ്യപ്പെട്ടില്ല അവരുടെ വികസന കാഴ്ചപ്പാട്. ഇപ്പുറത്ത് അങ്ങനെയല്ല. അതാണ് വ്യത്യാസം. ഇപ്പം ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് BJP-ക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് BJP-ക്ക് പ്രാതിനിധ്യമില്ല. BJP കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് പല വിധത്തിൽ സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നതും മറ്റുമൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടായി. പക്ഷേ ഇനി BJP നിങ്ങൾ 3 പേർക്കും ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. കാരണം നിങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഇരിക്കുകയാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. ഇതിനെങ്ങനെയായിരിക്കും നിങ്ങൾ മറികടക്കുക? ഞങ്ങൾ നേരത്തെ നിലപാട് പറഞ്ഞു, ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത് മോദിയുടെ കാലഘട്ടത്തിലാണ്. കണക്കുകൾ ഉദ്ധരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തോട് ഒരു വിവേചനത്തിന്റെയും പേരിൽ വികസന കാര്യങ്ങളിൽ BJP അത്ര നിലപാട് സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് BJP അങ്ങനെ തന്നെയായിരിക്കും. അതിനിപ്പോ ഈ 3 MLA-മാരുടെ നിലപാട് മാത്രമല്ലല്ലോ, മോദിജി സർക്കാരിന്റെ നിലപാടുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും ഒരേപോലെ പോകുക എന്നുള്ളത്. അത് വീണ്ടും തുടരും. നിങ്ങൾ MLA-മാരായതിന്റെ കൂടുതൽ ഒരു MLA-മാർ എന്ന രീതിയിൽ കേരളത്തിന്റെ പൊതുകാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഞങ്ങളുടേതായ സ്വാധീനം. 2016 വിചാരിതമായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നു. 2016 വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ചാത്തന്നൂരിലെ ഒരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പും ഇത്തവണയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2016 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് വരെ BJP-ക്ക് ലഭിച്ചതിനേക്കാൾ 10 ഇരട്ടി വോട്ടിന്റെ വർധനമാണ് 2016. 2011 അവിടുത്തെ തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ചാത്തുമക്കാരൻ തന്നെ മത്സരിച്ചപ്പോഴും 3388 വോട്ട്, നേരെ 33,000-ലേക്ക് മാറുക. അതെ, ആ ഒരു വലിയ മാറ്റമുണ്ട്. അവിടെ തുടങ്ങുന്നു. പിന്നീട് 2021 വരുമ്പോൾ വീണ്ടും 10,000 വോട്ട് വർദ്ധിക്കും. കേരളത്തിലെ BJP-ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് 10,000 വോട്ട് വർദ്ധിച്ച ഏക നിയമസഭാ മണ്ഡലം ചാത്തന്നൂരാണ്. 26 വന്നപ്പോഴും വീണ്ടും ഒരു 10,000 വോട്ട് വർദ്ധിച്ച് 52,000 വോട്ടിലേക്ക് മാറും. 2016 തൊട്ട് 21 2 തവണ 2ാം സ്ഥാനത്ത് വന്നൊരു നിയമസഭാ മണ്ഡലം. ഇത്തവണ ജനങ്ങൾ വിധിച്ചത് 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാണ്, ഇത്തവണ 1ാമതെത്തട്ടെ എന്ന് ചിന്തിച്ചു. ആ ചിന്തയാണ് ഈ 2016 എങ്ങനെയാണ് ഇത്ര ഒരു 3% നിന്ന് 24% എത്തിയത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഞാൻ ചാത്തന്നൂരിലെ പൊതുരംഗത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 1995 ഞാൻ ജനപ്രതിയാണ്. അതിന് മുമ്പും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചാത്തന്നൂരിൻ്റെ പൊതുരംഗത്താണ്. ഞാൻ 91 കൊല്ലം SM കോളേജിൽ MA 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടുപുറത്ത് മീനാടെന്ന് പറഞ്ഞ നാട്ടുപുറം അന്ന് ഈ നാടൻ ചെറുകെട്ട വ്യവസായത്തിൻ്റെ ഒരു മേഖലയാണ്. അന്ന് വരെ അവിടെ CT മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ. ആ മേഖലയിൽ അസംതൃപ്തരായ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ നേതൃത്വത്തോട് അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് ചിന്തിച്ച ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ പൊതുരംഗത്തന്ന് മീനായിട്ട് നിൽക്കുന്ന എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് യൂണിയൻ നേതൃത്വം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. 91 ഞാൻ പറഞ്ഞു ശരി. അവരോടൊപ്പം ചേർന്ന് നിന്ന് അന്ന് ആ സമരം 42 ദിവസം നീണ്ടിരിക്കുന്ന സമരം അന്ന് മീനാട്ട് ഇഷ്ടിക നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നിന്ന് സമരം നടത്തി. ആ സമരത്തിലാണ് ആദ്യമായി ആ മേഖലയിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പള വർധനവ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ 95 വിജയത്തിന് കാരണമായി മാറിയത്. ഞാൻ സാധാരണക്കാരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, തൊഴിലാളികളോടൊപ്പം നിന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തായാലും പൊതുരംഗത്തായാലും തൊഴിലാളി മേഖലയിലായാലും ജനപ്രതിനിധി 95,000 ജനപ്രതിനിധി
ഈ മേഖലകളിൽ ഞാൻ അവരോടൊപ്പം നിരന്തരം നിൽക്കുന്നു എന്ന ചിന്ത തന്നെയാണ് 2016 ഇത്രയധികം വോട്ടിലേക്ക് വരാനുള്ള മുഖ്യ കാരണം.